അടുത്തതായി UDF-ലേക്ക് ആളെ കൂട്ടുന്ന ചടങ്ങാണ്. ആദ്യമായി എത്തുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഐക്യം കൂട്ടാൻ സാക്ഷാൽ PV അൻവർ. അൻവർ, നിങ്ങൾ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് പറഞ്ഞ മത്സരിക്കും. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട, നിങ്ങൾ ക്യാമ്പയിനർ ആയാൽ മതി എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്യാമ്പയിനറായി നിൽക്കും. ഈ UDF-ലേക്ക് എത്തുന്ന അൻവർ മുമ്പ് UDF ചെയർപേഴ്സൺ VD സതീശനെതിരെ നടത്തിയ ചില മൊഴിമുത്തുകൾ നമുക്ക് നോക്കിയാലോ. ഈ കൊടും ചതി ചെയ്യുന്നതിനായി AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലുമായി ഈ കമ്പനികൾ പ്രാഥമികമായ ഗൂഢാലോചന നടത്തുകയും ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു. ദൗത്യം വിജയിച്ചാൽ സതീശന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സാർ. ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന 20 ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ 50 കോടി രൂപ വീതം 3 ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത്. അൻവറിനെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ഉള്ള സതീശന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? അടുത്തതായി UDF-ലേക്ക് എത്തുന്നു മുത്തങ്ങ സമര നായിക CK ജാനു. ഞങ്ങളുടെ ആളുകൾ പല സ്ഥലത്തും തിരുവനന്തപുരം തുടങ്ങിയിട്ടുള്ള ആളുകൾ പായസം വെച്ച് ആഘോഷം നടത്തുന്നു. നമ്മളെ മുന്നണിയിൽ ഈ അസോസിയേറ്റ് ആയിട്ട് സ്വീകരിച്ചതിന്. മുത്തങ്ങയിൽ പോലീസ് വെടിവെപ്പ് നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന AK ആന്റണിയുടെ കോൺഗ്രസ് തന്നെയല്ലേ ഇപ്പോഴും UDF-ന്റെ നേതൃത്വം നൽകുന്നത്? ചിലപ്പോ CK ജാനു അത് മറന്നതാണ്. This is a message to Kerala. ആത്മവിശ്വാസത്തിന്റെ നിറകുടമായ UDF ഇതിനിടെ മറ്റൊരു ശ്രമം കൂടി നടത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണിയിൽ അടിയുറച്ചു നിൽക്കുന്ന കേരള കോൺഗ്രസ് എമ്മിനെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളായിരുന്നു അത്. പക്ഷെ ഒത്തില്ല. UDF-നുള്ള മറുപടി ജോസ് കെ മാണി തന്നെ കണക്കിന് കൊടുത്തു. എന്തായാലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഐക്യം കൂട്ടാനുള്ള നീക്കങ്ങൾക്ക് മുൻ KPCC അധ്യക്ഷന്റെ താക്കീതുണ്ടേ. എല്ലാവർക്കും MLA സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു വഴിയമ്പലമായിട്ട് ഐക്യ ജനാധിപത്യ കക്ഷി നോക്കിക്കാണാൻ സാധ്യമല്ല. സേവകന്മാരുടെ ഒരവസാനത്തെ അഭയകേന്ദ്രമായിട്ട് ഐക്യ ജനാധിപത്യ കക്ഷി മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഐക്യം കൂട്ടാനുള്ള മുന്നണി വിപുലീകരണത്തിൽ തന്നെ മൊത്തത്തിൽ അങ്ങ് പൊരുത്തക്കേടാണല്ലോ മച്ചമ്പി.